ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തിയായ ഹോം മെയ്ഡ് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വട്ടയപ്പം ഞാനിവിടെ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് നമ്മളിങ്ങനെ പ്ലേറ്റിൽ എണ്ണ തടകി ഒഴിച്ചിട്ട് പ്ലേറ്റിൻ്റെ ഷേപ്പിലും, വേറെ ഒന്ന് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലിയുടെ പോലെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടും നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിയുടെ ഷേപ്പാകുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിന് കൊടുത്തു വിടാൻ നല്ല എളുപ്പമാണ്. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്ലേറ്റിൽ ഞാൻ ആവി കയറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനുള്ളൂ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഞാനിത് ഉണക്കലരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഉണക്കലരിയും പച്ചരിയും നമുക്ക് ഏതരി വേണമെങ്കിലും എടുക്കാം. ഒരു 2 ഗ്ലാസ് ഉണക്കലരി, പിന്നെ ഒരു 2 വലിയ തേങ്ങയുടെ വെള്ളം, ഒരു തേങ്ങ മുഴുവൻ ചിരകിയത്, ഏലക്ക, ജീരകം, പഞ്ചസാര പൊടിച്ചത്, കുറച്ച് ഈസ്റ്റ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ വട്ടയപ്പത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ പിറ്റേന്ന് രാവിലെ തലേന്ന് രാവിലെ നമ്മൾ അരി കുതിർത്ത് വെക്കുക. 2 തേങ്ങയുടെ വെള്ളം, തേങ്ങ വെള്ളം എപ്പോഴാണോ പൊട്ടിക്കുന്നത് അന്നേരം നമ്മൾ എടുത്ത് വെച്ചിട്ട് ഒരു ദിവസം മുന്നേ ഉള്ള വെള്ളമാണ് നല്ലത്. ഒത്തിരി പുളിക്കേണ്ട, നമുക്കൊരു ദിവസം രാവിലെ എടുത്തിട്ട് ആ വെള്ളം കൂട്ടി അരക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഉണക്കലരി കുതിർത്ത് വെച്ച്, എന്നിട്ട് രാത്രി നമ്മൾ ഉണക്കലരി നന്നായിട്ട് കഴുകി വാരിയതിന് ശേഷം അതിൽ ചോറും വേണം. ഒരു 2 തവി ചോറും ഉണക്കലരിയും തേങ്ങയും കൂടെ തേങ്ങ വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. എത്രയും വെള്ളം കുറവാണോ അത്രയും വട്ടയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് കൂടും. അതുകൊണ്ട് വെള്ളം മാക്സിമം കുറച്ചിട്ട് അരക്കുക. അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഇതിൽ നമ്മൾ തേങ്ങയും അരിയും അരക്കുമ്പോൾ ഉപയോഗിക്കാവൂ. എന്തുകൊണ്ടെന്നാൽ നമ്മളിതിൽ പഞ്ചസാരയും പൊടിച്ചത് ചേർക്കുമ്പോൾ അത് നല്ല കൺസിസ്റ്റൻസി, വെള്ളത്തിൻ്റെ ലിക്വിഡ് ഫോം തന്നെയായിട്ട് വരും. അപ്പോൾ നമ്മൾ അരച്ചിട്ട് നന്നായിട്ട് തേങ്ങ, അരി, തേങ്ങ വെള്ളം, ചോറ് ഇത്രയും കൂട്ടി നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വെക്കുക. പിന്നെ അതിലോട്ട് ഒരു 3 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഈസ്റ്റ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റ് മുന്നേ വെക്കുക. അത് ഇച്ചിരി ഫെർമെൻ്റായിട്ട് വരും. അന്നേരം അതാണ് നമ്മൾ ഈ അരച്ച മാവിലോട്ട് ചേർക്കുന്നത്. ഈസ്റ്റും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കി രാത്രി ഇതെല്ലാം ചേർത്ത് ഇളക്കി നന്നായിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് പിറ്റേന്ന് നമ്മൾ രാവിലെ തുറക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളൊരു 9 മണിക്കാണ് നമ്മൾ വട്ടയപ്പം ചുടുന്നുണ്ടെങ്കിൽ ഒരു 7:30-8 മണിയാകുമ്പോൾ 7:30-8 മണിൻ്റെ ഇടയിൽ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് മുതൽ 1.25 ഗ്ലാസ് വരെ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിലൊരു 4-5 ഏലക്കയും ഒരു ടീസ്പൂൺ ജീരകവും കൂട്ടി പൊടിക്കുക. അത് ഈ മാവിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇളക്കുക. ഇത്രയും ഇളക്കിയിട്ട് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം നന്നായിട്ട് ഒരു പ്ലേറ്റിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് അടിച്ച് പതപ്പിച്ച ശേഷം ഒരു മുട്ടയുടെ വെള്ളയും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് കൈയിട്ട് ഇളക്കി നമ്മൾ അടച്ച് വെക്കുക. എന്നിട്ട് നമ്മളൊരു 7:30-8 മണിക്കാണ് ഇത് ചെയ്തതെങ്കിൽ ഒരു 9 മണി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പ്ലേറ്റിൽ എണ്ണ തടകി, അല്ലെങ്കിൽ ഇതുപോലൊരു ഇഡ്ഡലി പാത്രത്തിൽ എണ്ണ തടകി നമുക്ക് ആ ഷേപ്പിൽ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ട്രാവലിങ്ങിന് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനും ഇനി കുട്ടികൾക്ക് ടിഫിൻ കൊടുക്കാനും എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ്. ഞാൻ പറയുന്ന ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഇത് ഫെയിലാവില്ല. എപ്പോൾ ഉണ്ടാക്കിയാലും നല്ല സക്സസ്സായി കിട്ടുന്ന ഒരു റെസിപ്പിയാണിത്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കും കൊടുക്കുക, നിങ്ങളും കഴിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.